ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോസ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്, ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഞാൻ പേര് പറയുന്നില്ല. ഒരു കുട്ടി കുറേ നാളായിട്ട് കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, ചേച്ചി ഒരു വീഡിയോ ചെയ്യോ ചോദിച്ചിട്ട്. നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് നോക്കിയാൽ അറിയാം, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കണ്ടില്ല എന്നടിക്കാൻ പറ്റില്ല ഒരിക്കലും. എൻ്റെ സബ്സ്ക്രൈബർ എന്താണോ ചോദിക്കുന്നത് അതെനിക്ക് എന്നിൽ ഉള്ള അറിവ് ഞാൻ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാവുന്നതായിരിക്കും. പക്ഷേ എനിക്ക് അറിയാത്ത അറിവുകളും ഞാൻ തീർച്ചയായിട്ടും ഗൂഗിൾ ചെയ്തിട്ടും യൂട്യൂബ് ചെയ്തിട്ടൊക്കെ നോക്കിയിട്ട് നിങ്ങളിലേക്ക് ആ ഒരു അറിവ് ഞാൻ എത്തിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു കുട്ടി കുറേ നാളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കുറേ നാളായിട്ട് ഞാൻ ബിസി ആയിരുന്നു, നിങ്ങൾക്കറിയാം, ഉത്സവവും അതുപോലെ തന്നെ പ്രോഗ്രാമിലൊക്കെ ആയിട്ട് ഇങ്ങനെ ബിസി ആയിട്ട് പോയായിരുന്നു. അപ്പോൾ ഇന്നാണ് ഒരു സമയം കിട്ടിയത്. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് വേഗം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ സെൽഫ് സ്റ്റിമുലേഷനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷേ സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് യാതൊരു ഐഡിയ എനിക്കറിയില്ല. എനിക്ക് എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്നും അറിയില്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ സബ്സ്ക്രൈബർ എന്നിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് അല്ലേ. എന്നിൽ നിന്ന് ഞാൻ കുറച്ച് കൗമാര കുട്ടികൾക്ക് ക്ലാസ് എടുത്തിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കൊണ്ടായിരിക്കാം ആ കുട്ടിക്ക് ഈ ഒരു അറിവ് എനിക്കറിയാം എന്നുള്ള ഒരു രീതിയിൽ ചോദിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും പേര് ഞാൻ പറയുന്നില്ല. കുട്ടിക്ക് ഞാൻ വേണ്ടിയിട്ട് ഞാൻ റെഫറൻസ് ചെയ്തിട്ട് തന്നെയാണ് ഇത് പറഞ്ഞിരുന്നത്. അപ്പോൾ സെൽഫ് സ്റ്റിമുലേഷൻ യു പി ടിക്ക് തകരാറാണോ, അല്ലെങ്കിൽ യു പി ടിയെ ബാധിക്കുമോ എന്നാണ് ആ കുട്ടി ചോദിച്ചത്. അപ്പോൾ സെൽഫ് സ്റ്റിമുലേഷൻ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ സ്വയം സ്റ്റിമുലേറ്റ് ചെയ്യുന്നതല്ലേ. അപ്പോഴെന്താണ് സംഭവിക്കുന്നത്, ഒരു പാർട്ട്ണർ ഇല്ലാണ്ട് സ്വയം സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ കാലം നമുക്കറിയാം, ഒരുപാട് എന്തൊക്കെയോ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഗൂഗിൾ ചെയ്തു, അപ്പോൾ യൂട്യൂബ് ചെയ്ത് നോക്കി. അപ്പോഴൊക്കെ എനിക്ക് കണ്ടത്, ഇങ്ങനെ സെൽഫ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് എന്തൊക്കെയോ ഉപകരണങ്ങൾ, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഷോക്കായിപ്പോയി, ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ എന്തൊക്കെ മോശമാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും ഇൻഫെക്ഷൻ വരും അല്ലേ. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻട്രാ ഓർഗൻസിന് തീർച്ചയായിട്ടും മോശം സംഭവിപ്പിക്കാനാണ് കാരണമാവുന്നത്. കാരണം മുറിവുണ്ടാക്കും, അതുപോലെ തന്നെ ബ്ലീഡിങ് വരാനിടയാക്കും, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് ആകെ ഷോക്കായി, ഞാനിതെങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത്, പറഞ്ഞു തരേണ്ടതൊക്കെ. പക്ഷേ ഇങ്ങനെ ഒരു കുട്ടി റിക്വസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് പറഞ്ഞു തരാണ്ട് നിൽക്കാനും കഴിയില്ല. കാരണം എൻ്റെ സബ്സ്ക്രൈബറാണ്, എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എന്നോടൊരു കാര്യം റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം എൻ്റെതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. സെൽഫ് സ്റ്റിമുലേഷൻ ഒരിക്കലും മോശമായിട്ട് ഞാൻ പറയില്ല. കാരണം ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്നതായിരിക്കാം സെൽഫ് സ്റ്റിമുലേഷൻ. അതില്ലത് കൊണ്ടാണ് ഒരുവിധം നമുക്ക് റേപ്പ് കേസസൊക്കെ കുറയാൻ വേണ്ടിയിട്ട് കാരണമാവുന്നതല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തൊക്കെയാണ് പ്രശ്നം നടക്കൽ നമ്മളെ ലോകത്ത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഒരുപാട് ദുരന്തങ്ങൾ കുറയുന്നത്. അപ്പോൾ സെൽഫ് സ്റ്റിമുലേഷൻ ഒരിക്കലും മോശമാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഏത് കൈകാര്യം ചെയ്യുന്ന രീതിയെ അടിസ്ഥാനത്തിലായിരിക്കും പോലെ. ചിലവർ, ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടു, ഗൂഗിൾ ചെയ്ത് നോക്കി. അപ്പോഴേക്കും ഞാൻ അറിഞ്ഞ വിവരം എന്ന് വെച്ചാൽ, വൈബ്രേറ്റർ, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനെയുള്ള ഒരുപാട് ഈ ഉപകരണങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് അവസ്ഥ അല്ലേ. നമ്മുടെ എത്രത്തോളം പെയിൻഫുള്ളാണ്, ബ്ലീഡിങ് വരും, ഇൻഫെക്ഷൻ വരും, ഒരുപാട് മോശമായിട്ടുള്ള കാര്യമാണ് അതൊക്കെ. അപ്പോൾ കുട്ടി, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള മോശമായ രീതിയിലേക്ക് ഒരിക്കലും പോകാണ്ടിരിക്കുക. കാരണം നമുക്ക് സോഫ്റ്റായി ജെൻറ്റിലായിട്ട് നമ്മൾ സെൽഫായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ബോഡിയെ വലിയ രീതിയിൽ മോശമായിട്ട് പോകത്തില്ല ഭാവിയിൽ. അപ്പോൾ നമ്മൾ സെൽഫായിട്ട് വേറെ എന്ത് സാധനങ്ങളും യൂസ് ചെയ്യാണ്ടും സെൽഫായിട്ടുള്ള രീതിയിൽ നിങ്ങൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും ഒരു വലിയ പ്രോബ്ലം ഉണ്ടാകുന്നത് ആയിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ അതല്ലാണ്ട് ഞാൻ ഒരിക്കലും കൂടി പറഞ്ഞിരുന്നു, ഇത്തരത്തിലുള്ള യാതൊരു ഉപകരണങ്ങളും ഈ വെജിറ്റബിൾസൊക്കെ യൂസ് ചെയ്തിട്ട് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കുക ദയവ് ചെയ്തിട്ട്. അത് ഏറ്റവും മോശമാണ്, നിങ്ങളെ യു പി ടിക്ക് തന്നെ തകരാറ് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ കുട്ടി എന്നോട് ചോദിച്ചതിന് ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, സോഫ്റ്റായി ജെൻറ്റിലായിട്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഭാവിയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. യു പി ടിക്ക് തകരാറൊന്നും സംഭവിക്കില്ല. പക്ഷേ
പക്ഷേ എന്ന് വെച്ചാൽ അങ്ങനെയുള്ള മോശമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് യു പി ടിയെയും ബാധിക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ ബോഡിയെയും ബാധിക്കും. അതുപോലെ തന്നെ മൊത്തത്തിൽ അതൊരു മോശമായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. സോ നിങ്ങൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം ഞാൻ പറഞ്ഞു, എൻ്റെ സബ്സ്ക്രൈബറാണ്, എൻ്റെ വീഡിയോസ് എല്ലാം കാണുന്നൊരു കുട്ടിയാണ്. അപ്പോൾ എന്നോടൊരു കാര്യം റിക്വസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. പ്രത്യേകിച്ച് കുട്ടിക്ക് മനസ്സിലായി കാണുമെന്ന് വീണ്ടും വീണ്ടും ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സാധാ നോർമലായ രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യുക. അപ്പോൾ വലിയ രീതിയിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ ഇതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, എന്നോട് കുറേ പേരിങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, ചേച്ചി ഒരു വീഡിയോ ചെയ്യുമോ ചോദിച്ചിട്ട്. അപ്പോൾ എന്നെ ഫിഷ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു കുട്ടി, ശരത്ത്, ഐ തിങ്ക് ശരത്ത്, ഓക്കെ, ശരത്ത് കുറേ നാളായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ചേച്ചി ചെയ്യും. സോറി ശരത്ത്, ഇത്രയും ലേറ്റ് ആകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചെയ്യും. ഡോണ്ട് വറി, ടെൻഷനൊന്നും അടിക്കേണ്ട, ഞാൻ എത്രയും പെട്ടെന്ന് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റ.